ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇന്ന് ചെറിയൊരു റിഹേഴ്സൽ വീഡിയോ കണ്ടാലോ? ഞാൻ ആക്ച്വലി എക്സസൈസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു ആക്ടിവിറ്റി വല്ലതും ചെയ്യാൻ പിന്നെ എനിക്ക് അത്ര വലിയ കുഴപ്പമില്ല. സോ ഈ കുട്ടികളെ ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്താണ് എന്തെങ്കിലും ഒന്ന് കാട്ടി കൂട്ടുന്നത്. സോ നല്ല ഒരു എക്സസൈസാണ് അത്. നമ്മൾ ചെയ്തു വരുമ്പോഴും നല്ലൊരു ഹാപ്പി ഹോർമോൺസും ഒക്കെ ഒന്ന് റിലീസാവും. പിന്നെ ഈ കുട്ടികൾ പ്രൊഫഷണൽ ഡാൻസേഴ്സാണ്. അവരുടെ ഒപ്പം കളിക്കാനൊന്നും അത്രയ്ക്കുള്ള സ്കില്ലൊന്നും എനിക്കില്ല. ഞാൻ എൻ്റെ സ്കൂൾ ഡേയ്സിലും കോളേജ് ഡേയ്സിലും കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് എഗൈൻ ഒരു 10 ഇയേഴ്സ് ഓഫ് ഗ്യാപ്പ് വന്നപ്പോൾ ഒട്ടും പറ്റുന്നില്ല. പിന്നെ അത്യാവശ്യം എനിക്ക് നല്ല വണ്ണം ഒക്കെ ഉള്ളത് കൊണ്ട് അവരുടെ ഒപ്പം എല്ലാ സ്റ്റെപ്സും ഒന്നും എനിക്ക് പറ്റാറില്ല. പിന്നെ അവരെനിക്ക് വേണ്ടി കുറച്ച് സിമ്പിൾ സ്റ്റെപ്സൊക്കെ ഇറക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്യും. ഇതിപ്പോൾ ചെറിയൊരു പാർട്ട് ഓഫ് റിഹേഴ്സലാണ്. ഇതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ മോളുടെ കൂടെയും ഞാൻ ഇടയ്ക്ക് വല്ലതും ഇങ്ങനെ കളിക്കാറുണ്ട്. ലൈക്ക് ഒരു മോം ആൻഡ് ഡോട്ടർ കോമ്പിനേഷൻ അങ്ങനെയൊക്കെ ആയിട്ട്. ഇത് നോർമലി നമ്മൾ വീട്ടിൽ വെറുതെ ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. സോ അങ്ങനെ അപ്പോൾ അവൾക്കും ഞാൻ എനിക്ക് അറിയാവുന്നതുപോലെയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും. പിന്നെ അവൾ ഡാൻസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് പെട്ടെന്ന് ആ സ്റ്റെപ്സൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെ ഈ കുട്ടികൾ കൂടെ പ്രൊഫഷണൽ ഡാൻസേഴ്സ് എൻ്റെ കൂടെ ഉണ്ടാകുമ്പോഴാണ് എനിക്കൊരു ധൈര്യം കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം വൈകിട്ട് ഓൾമോസ്റ്റ് ഒരു 1 അവർ 1.5 അവർ അതിന് വേണ്ടി ഒന്ന് സ്പെൻഡ് ചെയ്യും. പിന്നെ ഇനിയിപ്പം ഡിന്നർ ഉണ്ടാക്കാൻ പോകണം. ഇന്നൊരു സ്പെഷ്യൽ ഡിന്നർ അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നുമില്ല. പക്ഷേ കുറേ ദിവസത്തിന് ശേഷമാണ് ഒരു വെജ് മലായി കുറുമ ഞാൻ ഉണ്ടാക്കുന്നത്. മലായി കുറുമ എന്ന് കേൾക്കുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് വലുതായിട്ട് വേറെ എന്തോ ഒരു ഡിഷാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. കുറച്ച് വീട്ടിൽ നിങ്ങൾക്ക് ഫ്രഷ് ക്രീം മേടിക്കാൻ പറ്റിയെങ്കിൽ ഫ്രഷ് ക്രീം വാങ്ങിക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പാലിൻ്റെ ആ ഒരു മലായി നമുക്ക് എടുത്തിട്ട് ജസ്റ്റ് അതും നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇത് ഇൻസ്റ്റൻ്റായിട്ട് ഞാൻ അരച്ച ഒരു ദോശ മാവാണ്. അത് വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അരച്ചതാണ്. വെറും പച്ചരി, കുറച്ച് തേങ്ങ, കുറച്ച് ചോറ്, ഇത് മാത്രം ഇട്ടിട്ടാണ് ഞാൻ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കി നോക്കിയത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു ബാറ്റർ ഉണ്ടാക്കിയത്. അതുകൊണ്ട് കുറച്ചേ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മുടെ അപ്പം ഒക്കെ ചുടുന്നത് പോലെ ഇങ്ങനെ നമുക്ക്, പക്ഷേ അപ്പത്തിൻ്റെ ആ ഒരു പാത്രമല്ല, ഇത് നോർമൽ ദോശ പാനിലാണ് ഞാനിത് ചുട്ടെടുക്കുന്നത്. അതിനോടൊപ്പം ഈ കറി നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു. സോഫ്റ്റ് ദോശയായിരുന്നു. അതിനോടൊപ്പം നമുക്ക് ആ കറി വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ സോയയും പൊട്ടാറ്റോയും ആയിരുന്നു ഞാൻ അതിൽ ചേർത്തത്. പിന്നെ നമുക്ക് ചപ്പാത്തിക്കോ പൂരിക്കോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിനോ അങ്ങനെ എല്ലാത്തിനും നമുക്ക് ആ കറി എടുക്കാൻ പറ്റും. നല്ല ഒരു കറിയായിരുന്നു. പിന്നെ ഒരു സ്വീറ്റിന് വേണ്ടിയിട്ട് ദിൽഖുഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വെറുതെ കഴിച്ചു. അപ്പോൾ ഞാനിവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛനും മോളും കൂടെ അത് പകുതിയാക്കി ദിൽഖുഷ്. അതിൻ്റെ അകത്തുള്ളൊരു സ്വീറ്റായിട്ടുള്ളൊരു സ്റ്റഫിങ് ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് വാങ്ങിക്കുന്നത്. സോ ഇത് ഒരു കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.